ചില യുദ്ധങ്ങൾ രക്തം കൊണ്ടല്ല അവസാനിക്കുന്നത്, ഓർമ്മകൾ കൊണ്ടാണ്. ഒരു വശത്ത് ജീവൻ രക്ഷിക്കാൻ മരണം വരെ നേരിട്ട പ്രണയം, മറ്റൊരു വശത്ത് പ്രണയത്തെ ഒബ്സഷനാക്കിയ ഒരു ഭ്രാന്തനാത്മാവ്. വെൽക്കം ടു സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 17. ആ രാത്രി വേദ ഭയമില്ലാതെ ഉറങ്ങിയെങ്കിലും ദക്ഷിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ലാപ്ടോപ്പ് സ്ക്രീനിൽ ഹോസ്പിറ്റൽ CCTV ഫുട്ടേജ് വീണ്ടും വീണ്ടും പ്ലേ ആകുകയായിരുന്നു. ഒരു നിഴൽ, കറുത്ത ഹൂഡി, പക്ഷേ മുഖം വ്യക്തമല്ല. ദക്ഷിന്റെ കണ്ണുകൾ ഇരുണ്ടു. അർജുൻ, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? അതേസമയം ഒരു ഇരുണ്ട വെയർഹൗസ്, മങ്ങിയ വെളിച്ചം, ചുറ്റും പഴയ മെഷീനുകൾ. അർജുൻ കസേരയിലിരിക്കുകയായിരുന്നു. മുഖത്തെ പൊള്ളലുകൾ, മുകളിൽ ബാൻഡേജ്. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അതേ ഭ്രാന്ത്. അവൻ്റെ മുന്നിൽ ഹോസ്പിറ്റൽ, വേദ ഉറങ്ങുന്ന ഫോട്ടോകൾ, വ്യത്യസ്ത കോണുകളിൽ വ്യത്യസ്ത സമയങ്ങളിലുള്ളത്. അവൻ പതുക്കെ ഫോട്ടോ തൊട്ടു. നീ പേടിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ വേദ? ദക്ഷ് CCTV ചെക്ക് ചെയ്യുന്ന വിവരം അർജുന് കിട്ടി. അവൻ ചിരിച്ചു. ചെക്ക് ചെയ്യട്ടെ, ഗെയിം ഇൻട്രസ്റ്റിംഗ് ആകണമെങ്കിൽ കുറച്ച് ക്ലൂസ് ഒക്കെ വേണം. അതേസമയം രാവിലെ വേദ ബാൽക്കണിയിൽ കോഫി കപ്പ് പിടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ താഴെയുള്ള റോഡിലായിരുന്നു. ഓരോ ബൈക്ക് സൗണ്ട് കേട്ടാലും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അൺനോൺ നമ്പർ. വേദയുടെ കൈ വിറച്ചു. കോൾ അറ്റൻഡ് ചെയ്ത നിമിഷം നിശബ്ദത മാത്രം. ഹലോ. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് ഒരു പരിചിതമായ ശബ്ദം. വേദയുടെ മുഖം വെണ്മയായി. അർജുൻ. കോളിൻ്റെ മറുവശത്ത് പതുക്കെയുള്ള ചിരി. ഗുഡ് മോർണിംഗ് വേദ. വേദയുടെ ശ്വാസം മുറിഞ്ഞുപോയി. എന്താണ് നിനക്ക് വേണ്ടത്? അർജുൻ വിൻഡോകൾക്കപ്പുറമുള്ള മഴ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നെ. വേദ ഉടനെ കോള് കട്ട് ചെയ്തു. അവളുടെ കൈകൾ മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. അതേസമയം ദക്ഷിൻ്റെ ഫോൺ റിങ് ചെയ്തു. വേദയുടെ പേര് സ്ക്രീനിൽ കണ്ട നിമിഷം അവൻ ഉടനെ കോൾ അറ്റൻഡ് ചെയ്തു. വേദ. അവൻ എന്നെ വിളിച്ചു ദക്ഷ്. ദക്ഷിൻ്റെ മുഖം ഉടനെ മാറി. റൂമിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, ഞാൻ ഇപ്പോൾ വരും. അവൻ വേഗത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. അതേസമയം റോഡിൽ ദക്ഷിൻ്റെ കാർ ഫുൾ സ്പീഡിൽ പാഞ്ഞുപോയി. അവൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രം, ഈ തവണ അർജുന ജീവനോടെ വിടില്ല. പക്ഷെ അവൻ അറിയില്ലായിരുന്നു അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ദക്ഷിൻ്റെ കാർ മഴയിൽ മുന്നോട്ട് പാഞ്ഞുപോയി. സ്റ്റിയറിങ്ങിൽ അവൻ്റെ വിരലുകൾ മുറുകുകയായിരുന്നു. മനസ്സ് മുഴുവൻ വേദ മാത്രം. പക്ഷേ റിയർ മിററിൽ ഒരു കറുത്ത ബൈക്ക്, അത് തുടർച്ചയായി ദക്ഷിൻ്റെ കാറിനെ ഫോളോ ചെയ്യുകയായിരുന്നു. ദക്ഷ് അത് ശ്രദ്ധിച്ചില്ല. അതേസമയം വേദയുടെ വീട്ടിൽ വേദ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്ത് ബെഡിൻ്റെ കോണിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. അമ്മ വാതിൽ തട്ടി വിളിച്ചു. വേദ. എന്താ മോളെ? വേദ ഒരു മങ്ങിയ ചിരിയോടെ പറഞ്ഞു. ഒന്നുമില്ല അമ്മ. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഭയം മാത്രം. അപ്പോഴായിരുന്നു ബാൽക്കണിയുടെ കർട്ടൻ പതുക്കെ കാറ്റിൽ നീങ്ങിയത്. വേദയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. അവൾ പതുക്കെ ബാൽക്കണിയിലേക്ക് നോക്കി. ആരുമില്ല. പക്ഷേ റെയിലിങ്ങിൽ ഒരു ചുവന്ന റോസ, അതിൻ്റെ തണ്ടിൽ ചെറിയൊരു കടലാസ്. വേദ വിറച്ചുകൊണ്ട് അത് തുറന്നു. മിസ് യു ഓൾറെഡി. വേദയുടെ കയ്യിൽ നിന്നും റോസ താഴെ വീണു. അതേസമയം വേദയുടെ വീട്ടിലെത്തിയ നിമിഷം ദക്ഷ് കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്കോടി. വേദ. വേദ ഓടി വന്ന് അവനെ ചേർത്ത് പിടിച്ചു. അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. അവനിവിടെ വന്നിരുന്നു. ദക്ഷൻ്റെ കണ്ണുകൾ പെട്ടെന്ന് മാറി. വാട്ട്? വേദ ആ പേപ്പർ അവന് കൊടുത്തു. ആ വരികൾ കണ്ട നിമിഷം ദക്ഷൻ്റെ ഞരമ്പുകൾ മുറുകി. അവൻ ഉടനെ ബാൽക്കണിയിൽ പോയി നോക്കി. പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതേസമയം റോഡിൻ്റെ മറുവശത്ത് നിർത്തിയിട്ടിരുന്ന വാനിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ബൈനോക്കുലർ വഴി അവരെ നോക്കിക്കൊണ്ടിരുന്നു. അർജുൻ. അവൻ്റെ അതരങ്ങളിൽ വീണ്ടും അതേ ഭ്രാന്തൻ ചിരി. പെർഫെക്റ്റ്. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അർജുൻ്റെ ചിരി പതുക്കെ മങ്ങി. ഇൻട്രസ്റ്റിംഗ്. അവൻ വീണ്ടും ബൈനോക്കുലർ എടുത്ത് വേദയെ നോക്കി. ഇപ്പോൾ ചെറിയൊരു ടെസ്റ്റ് വേണം, അവൻ പറഞ്ഞു. അതേസമയം പോലീസ് ഉപേക്ഷിക്കപ്പെട്ട വെയർഹൗസ് റെയ്ഡ് ചെയ്യുകയായിരുന്നു. ഡോറ് ചവിട്ടി തുറന്ന നിമിഷം അകത്ത് മുഴുവൻ നിശബ്ദത. സർ, ഇവിടെ ആരുമില്ല. ഇൻസ്പെക്ടർ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ഒരു ടൈമർ സൗണ്ട്. എല്ലാവരുടെയും മുഖം മാറി. ബോംബ്. അടുത്ത നിമിഷം വലിയ പൊട്ടിത്തെറി. അതേസമയം ദക്ഷിൻ്റെ ഫോണിൽ ആരോ വിളിച്ചു. ദക്ഷ് ഉടനെ കോൾ എടുത്തു. പക്ഷേ കോളിൻ്റെ മറുവശത്ത് ചിരി മാത്രം. സർപ്രൈസ്. എക്സ്പ്ലോഷൻ്റെ സൗണ്ട് ഫോണിലൂടെ കേട്ട നിമിഷം ദക്ഷിൻ്റെ മുഖം മാറി. അർജുൻ പതുക്കെ പറഞ്ഞു. ദക്ഷ്, ക്യാച്ച് മീ ഇഫ് യു ഡെയർ. കോൾ കട്ടായി. ദക്ഷിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ കോപമല്ല, പ്രതികാരത്തിൻ്റെ തീ. ഫോൺ അവൻ തകർക്കും പോലെ മുറുകെ പിടിച്ചു. വേദ ഭയത്തോടെ അവനെ നോക്കി. എന്താ ദക്ഷ്? ദക്ഷ് പതുക്കെ അവളെ നോക്കി. വെയർഹൗസിൽ ബോംബ് പൊട്ടിത്തെറിച്ചു. വേദയുടെ മുഖം വെണ്മയായി. അവൻ പോലീസിനെ ടാർഗറ്റ് ചെയ്യുന്നുവോ? ദക്ഷ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഉള്ളിൽ അവന് മനസ്സിലായിരുന്നു, അർജുൻ ഇനി ഇത് ഒരു പ്രതികാരം മാത്രമല്ല, അവനിത് ആസ്വദിക്കുകയാണ്. അതേസമയം ന്യൂസ് ചാനലുകൾ മുഴുവൻ ഉപേക്ഷിക്കപ്പെട്ട വെയർഹൗസിൽ സ്ഫോടനം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് എന്നതായി ചർച്ചാ വിഷയം. TV സ്ക്രീനിൽ നോക്കി അർജുൻ ചെറുതായി തിരിച്ചു. അവൻ്റെ മുന്നിൽ ടേബിളിൽ ഒരു മാപ്പ്. അതിൽ റെഡ് മാർക്കർ കൊണ്ട് സർക്കിൾ ചെയ്തിരിക്കുന്നത് വേദയുടെ വീട്, ദക്ഷിൻ്റെ അപ്പാർട്ട്മെൻറ്റ്, ആദിയുടെ വീട് എന്നിവയൊക്കെ. അർജുൻ ലൈറ്റർ ക്ലിക്ക് ചെയ്തു. അവൻ്റെ കണ്ണുകളിൽ അതേ ക്രൂരത. അവരുടെ ജീവിതം മുഴുവൻ ഭയമാക്കണം. അതേസമയം ആദിയുടെ വീട്ടിൽ ആദി സോഫയിൽ കിടന്ന് TV കാണുകയായിരുന്നു.
ബാൻഡേജ് ഇപ്പോഴും ഷോൾഡറിലുണ്ട്. ഡോറ് ബെല്ലടിച്ചു. അഞ്ചു വന്നതായിരിക്കും. ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്ന നിമിഷം ആദിയുടെ മുഖം മാറി. ഡോറിന്റെ മുന്നിൽ ആരുമില്ല. പക്ഷേ താഴെ ഒരു ഗിഫ്റ്റ് ബോക്സ്. ആദിയുടെ ചിരി പതുക്കെ മങ്ങി. എന്താ ഇത്? അവൻ ബോക്സ് എടുത്ത് അകത്ത് കൊണ്ടുവന്നു. ഫോൺ എടുത്ത് വീഡിയോ കോളിൽ അഞ്ജലിയെ കണക്ട് ചെയ്തു. നീ എനിക്ക് ഗിഫ്റ്റ് അയച്ചോ? അഞ്ജലി കൺഫ്യൂസ്ഡായി. എന്ത് ഗിഫ്റ്റ്? ആദി ബോക്സ് തുറക്കാൻ പോകുമ്പോഴേക്കും അഞ്ജലിയുടെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി. ആദി വെയിറ്റ്. ബോക്സിന്റെ ഉള്ളിൽ ചെറിയൊരു മിന്നി മറയുന്ന ലൈറ്റ്. ആദിയുടെ ഹൃദയം ഒന്ന് നിശ്ചലമ്പായി. ഷിറ്റ്. അതേസമയം ദക്ഷന്റെ ഫോണിലേക്ക് അഞ്ജലി വിളിച്ചു. അടുത്ത നിമിഷം ഫോണിലൂടെ അഞ്ജലിയുടെ നിലവിളി. ആദി നോ. ഫോണിലൂടെ അഞ്ജലിയുടെ നിലവിളി കേട്ട നിമിഷം ദക്ഷന്റെ ഹൃദയം ഒന്ന് നിശ്ചലമായി. ആദി, അവൻ അലറി. അതേസമയം ആദിയുടെ വീട്ടിൽ കയ്യിലെ ബോക്സ് കണ്ട ആദിയുടെ ബ്രെയിൻ ഫാസ്റ്റായി വർക്ക് ചെയ്തു. ബോംബ്. അഞ്ജലി വീഡിയോ കോളിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ആദി പ്ലീസ് പുറത്തേക്ക് പോ. ആദി ബോക്സ് സൂക്ഷിച്ച് ടേബിളിലേക്ക് വെച്ചു. ടൈമർ 27 സെക്കൻഡ്. അവന്റെ ശ്വാസം വേഗത്തിലായി. പക്ഷെ മുഖത്തിപ്പോഴും ആ അതേ അശ്രദ്ധമായ ചിരി. വാവ്, അർജുൻ ഫുൾ സിനിമ വില്ലൻ മോഡാണല്ലോ. ആദി, ഇത് തമാശയല്ല, അഞ്ജലി കരഞ്ഞ പോലെ പറഞ്ഞു. ടൈമർ ഇപ്പോൾ 20 സെക്കൻഡ്. ആദി ഉടനെ ബോക്സ് എടുത്ത് ബാൽക്കണിയിലേക്ക് ഓടി. ഷോൾഡറിലെ മുറിവ് കാരണം വേദന കൊണ്ട് അവൻ വീഴാൻ പോയി. ഈ സമയം ദക്ഷ് കാർ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സ്പീഡിൽ പുറപ്പെട്ടു. വേദിയും പിന്നാലെ കയറി. ദക്ഷ് വേഗം പോ, അവൾ പറഞ്ഞു. ടൈമറിൽ ഇനി 10 സെക്കൻഡുകൾ മാത്രം. ആദി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞ ഗ്രൗണ്ട് നോക്കി. പ്ലീസ് വർക്ക്. അവൻ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ബോക്സ് ദൂരേക്ക് എറിഞ്ഞു. 3 സെക്കൻഡുകൾ. അടുത്ത നിമിഷം വലിയ പൊട്ടിത്തെറി. ഗ്ലാസ് പീസുകൾ എല്ലായിടത്തും ചിതറി. ബ്ലാസ്റ്റിന്റെ ആഘാതത്തിൽ ആദി പിന്നിലേക്ക് തെറിച്ചു വീണു. ഫോൺ നിലത്തേക്കും തെറിച്ചുപോയി. വീഡിയോ കോളിൽ പുക മാത്രം. ആദി, അഞ്ജലിയുടെ ശബ്ദം വിറച്ചു. ആദി പ്ലീസ് എന്തെങ്കിലും പറയ്. നിശബ്ദത മാത്രം. അതേസമയം ദക്ഷന്റെ കാർ ആദിയുടെ വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്നു. അവനും വേദിയും പുറത്തേക്ക് ഓടി. മുകളിലെ ബാൽക്കണിയിൽ നിന്നും പുക ഉയരുന്നു. ആദി. ദക്ഷ് സ്റ്റെയർ വഴി ഫുൾ സ്പീഡിൽ മുകളിലേക്ക് ഓടി. വാതിൽ പാതി തകർന്നിരുന്നു. അകത്ത് പുക നിറഞ്ഞിരുന്നു. ആദി. അപ്പോഴാണ് ഫ്ലോറിൽ ഒരു കൈ ദക്ഷന്റെ കണ്ണിൽ പെട്ടത്. ഷിറ്റ്. അവൻ ഓടി ആദിയെ എഴുന്നേൽപ്പിച്ചു. ആദിയുടെ നെറ്റിയിൽ ബ്ലഡ്. പക്ഷേ പൾസ് ഉണ്ടായിരുന്നു. വേദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓക്കെയാണോ? ദക്ഷ് ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അപ്പോഴാണ് ആദിയുടെ ഫോൺ സ്ക്രീനിൽ വീണ്ടും തെളിഞ്ഞത്. വീഡിയോ ഫയൽ റിസീവ്ഡ്. ദക്ഷന്റെ കണ്ണുകൾ ചെറുതായി. അവൻ വീഡിയോ പ്ലേ ചെയ്തു. സ്ക്രീനിൽ ഇരുണ്ട മുറി, ഒരു കസേര, അതിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരാൾ. മുഖം വ്യക്തമല്ല. പക്ഷെ അടുത്ത സെക്കൻഡിൽ ക്യാമറ അടുത്തു. അഞ്ജലി. വേദയുടെ ശ്വാസം മുറിഞ്ഞുപോയി. അഞ്ജലി. സ്ക്രീനിന്റെ പിന്നിൽ നിന്നും കൈ കൊട്ടുന്ന ശബ്ദം. അർജുൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് നടന്നു വന്നു. മുഖം പൊള്ളിയ നിലയിൽ. പക്ഷേ കണ്ണുകളിൽ അതേ ക്രൂരത. അവൻ ചെറുതായി ചിരിച്ചു. ലെവൽ 1 ഫിനിഷ്ഡ്. വീഡിയോ കട്ടായി. റൂം മുഴുവൻ നിശബ്ദത. വേദയുടെ കൈകൾ തണുത്തുപോയി. അഞ്ജലി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദക്ഷന്റെ മുഖം പൂർണ്ണമായി ഇരുണ്ടിരുന്നു. അതേസമയം നിലത്ത് കിടന്നിരുന്ന ആദി പതുക്കെ കണ്ണുകൾ തുറന്നു. അഞ്ജലി. അവന്റെ ശബ്ദം ദുർബലമായിരുന്നു. ദക്ഷ് ഉടനെ അവന്റെ അടുത്തേക്ക് വന്നു. റിലാക്സ്, നീ ഓക്കെയാണ്. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ ആദി ദക്ഷന്റെ ഷർട്ടിൽ പിടിച്ചു. അഞ്ജലി എവിടെയാണ്? ദക്ഷ് കുറച്ച് സെക്കൻഡ്സ് മിണ്ടാതെ നിന്നു. ആ നിശബ്ദത തന്നെ ഒരു ഉത്തരമായിരുന്നു. ആദിയുടെ കണ്ണുകളിൽ ആദ്യമായി യഥാർത്ഥ ഭയം തെളിഞ്ഞു. നോ. അതേസമയം ഒരു അൺനോൺ ലൊക്കേഷൻ. റൂം മുഴുവൻ ഇരുട്ട്. ഒരു ലൈറ്റ് മാത്രം. കസേരയിൽ കൈകൾ കെട്ടിയ നിലയിൽ അഞ്ജലി ഇരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. തലയിലെ വേദന കൊണ്ട് അവൾ മുഖം ചുളിച്ചു. അപ്പോഴായിരുന്നു ആരോ വരുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അഞ്ജലിയുടെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി. നിഴലിൽ നിന്ന് അർജുൻ പുറത്തേക്ക് നടന്നു വന്നു. മുഖത്തിലെ പൊള്ളലേറ്റ പാടുകൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ ചിരി, അത് ഇപ്പോഴും അതേ അപകടകരമായ ചിരി തന്നെയായിരുന്നു. എഴുന്നേറ്റോ? അഞ്ജലി ഭയന്ന് പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു. എന്നെ വിട്. അർജുൻ അവളുടെ മുന്നിൽ നിന്നു. റിലാക്സ്, ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല. അവൻ ചെറിയൊരു നിമിഷമെടുത്തു. ഇപ്പോഴല്ല. അഞ്ജലിയുടെ ശ്വാസം വേഗത്തിലായി. നിനക്കെന്താണ് വേണ്ടത്? അർജുൻ്റെ കണ്ണുകൾ ഇരുണ്ടു. ദക്ഷന്റെ വേദന. അതേസമയം ദക്ഷ് പോലീസ് സ്റ്റേഷനിൽ കോപാകുലനായി നിൽക്കുകയായിരുന്നു. സിറ്റി മുഴുവൻ സെർച്ച് ചെയ്യൂ, അവൻ അലറി. ഇൻസ്പെക്ടർ സീരിയസ് ആയി പറഞ്ഞു. അർജുൻ സ്മാർട്ടാണ്. CCTV അവോയ്ഡ് ചെയ്യുന്നു. എങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തൂ. വേദ ദക്ഷന്റെ കൈ പിടിച്ചു. കാം ഡൗൺ ദക്ഷ്. പക്ഷേ അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ ദേഷ്യം മാത്രം. അവൻ ആദിയുടെ ലൈഫ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അതേസമയം ആദി ഹോസ്പിറ്റൽ ബെഡിലിരിക്കുകയായിരുന്നു. ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും അവനൊന്നും കേൾക്കുന്നില്ല. മനസ്സ് മുഴുവൻ അഞ്ജലി. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. ഒരു മെസ്സേജ്. അവൻ ഉടനെ തന്നെ അത് ഓപ്പൺ ചെയ്തു. ഒരു ഫോട്ടോ. അഞ്ജലി കസേരയിൽ കെട്ടിയിട്ട നിലയിൽ, കണ്ണുകളിൽ ഭയം. അതിന് താഴെ ഒരു വരി മാത്രം. സേവ് ഹർ ഇഫ് യു ക്യാൻ. ആദിയുടെ കൈകൾ വിറച്ചു. അതേസമയം മെസ്സേജിൻ്റെ താഴെ ലൈവ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നു. ദക്ഷൻ്റെ കണ്ണുകൾ ഉടനെ മാറി. ഗോട്ട് യു. ലൊക്കേഷൻ കണ്ട നിമിഷം തന്നെ ദക്ഷും ആദിയും പോലീസ് ടീമും അവിടേക്ക് പുറപ്പെട്ടു. അതേസമയം ഉപേക്ഷിച്ച ഫാക്ടറി. അഞ്ജലിയെ കെട്ടിയിട്ട നിലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അർജുൻ വിൻഡോകൾക്കപ്പുറം മഴ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ദക്ഷ് വരും. അവൻ പതുക്കെ ചിരിച്ചു. അവൻ ഇപ്പോഴും ഹീറോ ആകാൻ ശ്രമിക്കും. അപ്പോഴായിരുന്നു പുറത്ത് പോലീസ് സൈറൻ. അർജുൻ്റെ കണ്ണുകളിൽ എക്സൈറ്റ്മെൻറ്റ് തെളിഞ്ഞു. ഷോർട്ട് ടൈം.
ഡോറ് ബലം പ്രയോഗിച്ച് ദക്ഷ് അകത്തേക്ക് കയറി. അർജുൻ. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദക്ഷ്. പിന്നിൽ ആദിയും ഓടി വന്നു. അഞ്ജു. പക്ഷെ അടുത്ത നിമിഷം അർജുൻ തോക്കെടുത്ത് അഞ്ജലിയുടെ തലയിലേക്ക് ചൂണ്ടി. ഒരു സ്റ്റെപ്പ് കൂടി വന്നാൽ ഇവൾ മരിക്കും. റൂം മുഴുവൻ ഫ്രീസായി. ദക്ഷിൻ്റെ കണ്ണുകൾ കോപത്തിൽ കത്തുകയായിരുന്നു. ഗെയിം അവസാനിച്ചു അർജുൻ. അർജുൻ ചിരിച്ചു. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചോ? അതേസമയം പിന്നിലൂടെ പോലീസ് ചുറ്റും വളഞ്ഞു. അർജുൻ അത് ശ്രദ്ധിച്ചു. അവൻ്റെ ചിരി പതുക്കെ മാഞ്ഞുപോയി. അവൻ ട്രിഗർ അമർത്താൻ പോകുന്ന നിമിഷം ഗൺഷോട്ട്. പക്ഷെ ബുള്ളറ്റ് അഞ്ജലിയെ തൊട്ടില്ല. ആദി അർജുൻ്റെ മേലെ ചാടി. ഇരുവരും നിലത്തേക്ക്. തോക്ക് ദൂരേക്ക് വീണു. ആദി. നോ. അഞ്ജലി കരഞ്ഞു. അർജുൻ ക്രോധം കൊണ്ട് ആദിയെ അടിച്ചു. പക്ഷേ ഈ തവണ ആദിയും വിട്ടില്ല. നീ എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചു. ഫൈറ്റ് വയലൻ്റായി. അതേസമയം അർജുൻ പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്തു. വേദ പേടിച്ചലറി. ദക്ഷ്. അർജുൻ കത്തിയുണ്ട് ആദിയെ ആക്രമിക്കാൻ പോകുമ്പോൾ ദക്ഷ് മുഴുവൻ ശക്തിയിൽ അവനെ പിന്നിലേക്ക് തള്ളി. അർജുൻ മതിലിലേക്ക് ഇടിച്ചു വീണു. ഫാക്ടറിയുടെ മുകളിലെ ഫ്ലോർ. താഴെ കത്തുന്ന രാസവസ്തുക്കൾ. മഴ കാരണം റെയിലിങ്ങിൽ വഴുവഴുപ്പുള്ളതായിരുന്നു. അർജുൻ ബാലൻസ് നഷ്ടപ്പെട്ടു. അവൻ താഴേക്ക് വീഴാൻ പോയി. പക്ഷേ അവസാന നിമിഷം റെയിലിങ്ങിൽ പിടിച്ചു തൂങ്ങി. ദക്ഷ് അവനെ നോക്കി നിന്നു. അർജുൻ ചിരിച്ചു. രക്തം അവൻ്റെ അധരങ്ങളിൽ. ദക്ഷ്. നമ്മളിൽ ഒരാൾ മാത്രമേ സർവൈവ് ചെയ്യൂ എന്ന് എനിക്കറിയാമായിരുന്നു. ദക്ഷ് കൈ നീട്ടിയില്ല. അർജുൻ്റെ കണ്ണുകളിൽ വേദയിലേക്ക് നീങ്ങി. അവൾ എനിക്കൊപ്പം ഒരിക്കലും സേഫ് ആകില്ല. അടുത്ത നിമിഷം റെയിലിംഗ് പൊട്ടി. അർജുൻ താഴേക്ക് വീണു. വലിയ എക്സ്പ്ലോഷൻ ഫാക്ടറിയെ മുഴുവൻ കുലുക്കി. വേദ പേടിച്ച് ദക്ഷിനെ ചേർത്ത് പിടിച്ചു. അഞ്ജലി കരഞ്ഞുകൊണ്ട് ആദിയെ പിടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിശബ്ദത. ഈ തവണ അർജുൻ അവസാനിച്ചിരിക്കുന്നു. 1 മാസത്തിന് ശേഷം കടൽ തീരത്ത് സൂര്യാസ്തമയം. വേദ വൈറ്റ് ഡ്രസ്സിൽ നിന്നു. കാറ്റിൽ അവളുടെ മുടി പതുക്കെ പാറി. പിന്നിൽ നിന്ന് ദക്ഷ് വന്ന് അവളുടെ അരയിൽ കൈ ചുറ്റി. എന്താ ആലോചിക്കുന്നത്? വേദ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി. ഫൈനലി സമാധാനം. ദക്ഷ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇനി ആരും നമ്മളെ വേർപെടുത്തില്ല. അതേസമയം അടുത്ത് തന്നെ ആദിയും അഞ്ജലിയും പതിവ് പോലെ വഴക്കിട്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പതുക്കെ നടക്കാൻ. അഞ്ജലി ദേഷ്യപ്പെട്ടു. ആദി ചിരിച്ചു. വൈഫ് മോഡ് വീണ്ടും തുടങ്ങി. ഞാൻ നിൻ്റെ വൈഫല്ല. വേഗം ആകുമല്ലോ. അഞ്ജലി ബ്ലഷ് ചെയ്ത് അവനെ നോക്കി. വേദ ചിരിച്ചു. ഇവരെ കണ്ടാൽ ഇപ്പോഴും ഹോസ്പിറ്റൽ ദിവസങ്ങൾ ഓർമ്മ വരുന്നു. ദക്ഷ് അവളെ നോക്കി. നമ്മുടെ വെഡ്ഡിങ് ഡേയ്സ് ആണ് ഇനി വരാനുള്ളത്. വേദ നാണിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. സൺസെറ്റിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ജീവിതം പതിയെ സമാധാനത്തിലേക്ക് നീങ്ങി. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.